السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായമാണ് സൂറ അൽ-നാസ്. സൂറ അൻ-നാസ്. ഇതിൽ ഈ സൂറത്തിലെ ആദ്യത്തെ ആയത്തിൻ്റെ അർത്ഥം മാത്രം ഞാൻ പറയാം. അതിനുശേഷം ചെറിയൊരു വിശദീകരണം നൽകി നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ എന്ന് പറയുന്നത് ഒരു കമാൻഡാണ്. അള്ളാഹുവിൻ്റെ ഒരു കമാൻഡാണ് മുഹമ്മദ് നബിയോടുള്ള, ഇവിടുത്തെ വിശ്വാസികളോടുള്ള അവിശ്വാസികളോടുള്ള സർവചരാചര മനുഷ്യന്മാരോടുള്ള ഒരു കമാൻഡാണ്. അവരോട് പറയാനാണ് പറയുന്നത്. അവരോട് പറയ് കുൽ അവരോട് പറ. ഇതൊരു കമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് കുൽ എന്ന് പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് കുൽ എന്ന് നിർദ്ദേശിക്കുന്നത്. കൂടാതെ എല്ലാ വിശ്വാസികളും അള്ളാഹുവിനെ ആശ്രയിക്കുക എത്രമാത്രം പ്രാധാന്യമുണ്ട്, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതുകൂടി ഈ വാക്ക് സൂചിപ്പിക്കുന്നു. കുൽ എന്ന വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അധികാരത്തിന് മുകളിൽ മറ്റൊരു അധികാരമില്ല എന്നുള്ളത് കൂടി ഈ ഒരു വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടൊരു വാക്കാണിത് കുൽ എന്ന് പറയുന്നത്. കുൽ പറയുക എന്നാണ് അർത്ഥം അതിൻ്റെ. കുൽ അഊദു എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. അഭയം പ്രാപിക്കുക, സംരക്ഷണം തേടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൽ സംരക്ഷണം തേടുക എന്നൊക്കെ പറയും. ദൈവിക സംരക്ഷണത്തിന് വേണ്ടി കൂടിയുള്ളൊരു പ്രാർത്ഥനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശ്വാസികളുടെ ഭയങ്ങളിൽ നിന്നും അഭയം തേടുകയാണ് അള്ളാഹുവിനോട്. ആരോടാണ് അഭയം തേടുന്നത് എന്നുള്ളതും ഈ ആയത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ബിറബ്ബി അഊദു ബിറബ്ബി. റബ്ബിനോടാണ് അഭയം തേടേണ്ടത്. റബ്ബ് എന്ന പദം ഇവിടെ സൂചിപ്പിക്കുന്നത് സംരക്ഷകൻ എന്ന അർത്ഥം വരുന്ന രീതിയിലാണ്. സംരക്ഷകനാണ്, സംരക്ഷകൻ, ആഹാരം നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. ഇത് അള്ളാഹു തന്നെയാണ് സർവ്വവിധ സൃഷ്ടിയുടെ സംരക്ഷകനും ആഹാരം നൽകുന്നവനും എന്നുകൂടി ഈ ഒരു ആയത്ത് ഇവിടെ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. അന്നാസ് ബിറബ്ബിൻ നാസ്. നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ഇത് സർവമാനവരെയുമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെയുള്ള മാനവരാശിയോട് മുഴുവനായിട്ട് പറയുവാണ്. നബിയെ അവരോട് പറ, ഇവിടെയുള്ള സർവചരാചര വസ്തുക്കളുടെയും സംരക്ഷകനും പോഷകനും, അതായത് ആഹാരം നൽകുന്നവനെല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അവരോട് എന്നിൽ അഭയം തേടുവാൻ പറഞ്ഞോളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ദൈവിക സംരക്ഷണം തേടുക, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുക. പിന്നെ നിത്യജീവിതത്തിൽ ദൈനംദിനമായിട്ട് ജപിക്കേണ്ട, ഓതേണ്ട ഒരു സൂറത്ത് കൂടിയാണിത്. ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ഈ സൂറത്ത് ഓതിയാൽ ഉത്തമമാണ്. ഒരു ആത്മീയമായിട്ടുള്ളൊരു ജാഗ്രത ഉണർത്തുവാൻ ഈ സൂറത്ത് നല്ലതാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഈ സൂറത്ത് നല്ലതാണ്. മറ്റുള്ള മനുഷ്യരിൽ നിന്നുമെല്ലാം സംരക്ഷണം ലഭിക്കുവാനും മനുഷ്യരിൽ നിന്നുമെല്ലാം സംരക്ഷണം ലഭിക്കാൻ, അള്ളാഹുവിൽ അഭയം പ്രാപിക്കുവാൻ ഈ സൂറത്ത് വളരെയേറെ സഹായകരമായ ഒന്നാണ്. ഇൻഷാ അല്ലാഹ് ഇതിപ്പോൾ ഞാൻ ഈ സൂറത്തിൻ്റെ ഒരായത്തിൻ്റെ അർത്ഥം മാത്രമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. ഇൻഷാ അല്ലാഹ് ബാക്കി അർത്ഥങ്ങളുമായി ഞാൻ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.